അടുത്ത് നോക്കാൻ പോകുന്നത് സ്ട്രക്ചറാണ്. സോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ സി പ്രോഗ്രാമിങ്ങിലെ ഒരു ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ടൈപ്സ് ആണ്. നമ്മൾ അറേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ചായിരുന്നു അല്ലേ, അറേക്കകത്ത് നമുക്ക് ഒരു ഇപ്പോൾ ഇൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജേഴ്സ് മാത്രമായിരിക്കണം, ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് മാത്രമായിരിക്കണം നമ്മൾ പഠിച്ചിരുന്നു. സ്ട്രക്ചർ വരുമ്പോഴത്തേനും അത് ഹെട്രോജീനിയസ് ആണ്, അതായത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് സ്ട്രക്ചറിനകത്ത് വരുന്നത്. സ്ട്രക്ചർ നമ്മൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത് സ്ട്രക്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സ്ട്രക്റ്റ് കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് ഡിക്ലെയർ ചെയ്യാം, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്ത് പോവാം. യൂഷ്വലി ഈ ഒരു സ്ട്രക്റ്റ് എന്ന് പറയുന്ന ഐഡിയ നമ്മളുടെ സി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്ട്രക്റ്റിൻ്റെ സിൻടാക്സ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, സ്ട്രക്റ്റ് എന്ന് പറയുമ്പം വി ആർ ഡിക്ലെയറിങ് ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് എ സ്ട്രക്ചർ. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? പേരുണ്ടല്ലേ, ഈ നെയിം എന്ന് പറയുന്നത് ക്യാറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ കോമ്പിനേഷൻ സ്ട്രിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഏജ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്, പിന്നെ അഡ്രസ്സ് വയ്ക്കാൻ ഒരു സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേയാണ് വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇതുപോലെ തന്നെ നമുക്ക് പല ഡേറ്റ ടൈപ്സിനെ നമുക്കിങ്ങനെ എടുത്തെടുത്ത് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവേ നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരിടം, ഇത് നമ്മൾ സെമിക്കോളൻ ഓർക്കും, ഈ സെമിക്കോളൻ നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ നമ്മൾ ഇപ്പം ഒരു സ്ട്രക്ചറിനകത്ത് ഇപ്പോൾ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പേഴ്സൺ 1 ഉണ്ടാക്കാം, ഒരു പേഴ്സൺ 2 ഉണ്ടാക്കാം, അങ്ങനെ എനിക്ക് പലത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം അവരെ എല്ലാത്തിനെയും നമ്മൾ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിന് ഓരോരുത്തരും നമുക്ക് ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അറേയുടെയും സ്ട്രക്ചറിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. അറേ സിമിലർ ടൈപ്പുള്ള ഡേറ്റ എലമെൻറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ സ്ട്രക്ചറിനകത്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉണ്ടാവും. അറേ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്, എന്നാൽ സ്ട്രക്ചർ നമുക്ക് പ്രോഗ്രാമറിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാനുള്ള യൂസർ ഡേറ്റ ടൈപ്പാണ്. പിന്നെ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ട്രക്ചറിനകത്ത് നമുക്ക് ഡേറ്റ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യണം, സ്ട്രക്ചറിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ ഡിക്ലെയർ ചെയ്യണം, അതിൻ്റെ വേരിയബിൾസിനെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസേജിനെയും ഡിക്ലെയർ ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതായത് സ്ട്രക്ചറിനകത്ത് വരുമ്പോഴത്തേനും സിൻസ് വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്, അതിനെ മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുതലാണ്. ഇനി സ്ട്രക്റ്റിൻ്റെ വേരിയബിൾസിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? അപ്പം സ്ട്രക്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, അതിൻ്റെ സിൻടാക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കീഴിൽ വരുന്ന റെക്കോർഡ്സ്. ഓക്കെ, ബേസിക്കലി സ്ട്രക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ടെംപ്ലേറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പം ഇപ്പോൾ പവർ പോയിൻറ്റിനകത്തൊക്കെ നമുക്ക് ടെംപ്ലേറ്റുകൾ കൊടുക്കത്തില്ലേ, അപ്പോൾ ആ ടെംപ്ലേറ്റിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ലേ, അതുപോലെയാണ് സ്ട്രക്ചർ അത്രയും ഫ്ലെക്സിബിളാണ്. ഇനി നമ്മൾ സ്ട്രക്ചറിൻ്റെ കീഴിലുള്ള റെക്കോർഡ്സിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അതായത് ഈ വലിയൊരു കുടക്കീഴിൽ നമ്മൾ ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കത്തില്ല, അപ്പോൾ വലിയൊരു കുടക്കീഴിൽ നമ്മൾ കുട്ടി ബ്രാഞ്ചസ് അല്ലെങ്കിൽ ലീവ്സ് വരയ്ക്കുന്ന പോലെയാണ് നമ്മളുടെ റെക്കോർഡ്സിനെ നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പം സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ട്രീ വരുന്നത്, അപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസാണ് നമ്മളുടെ റെക്കോർഡ്സ് വരുന്നത്. ഓക്കെ, ഇനി സ്ട്രക്റ്റ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രക്ചർ നെയിം കാണും, ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് സെപ്പറേറ്റഡ് ബൈ കോമസ് ആൻഡ് ടെർമിനേഷൻ സെമിക്കോളൻ. അതായത് ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് നമുക്ക് കിട്ടി. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിനകത്ത് ഏജ് ഉണ്ട്, നെയിം ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ റെക്കോർഡ്സ് ഏതൊക്കെ റെക്കോർഡ്സാണ്? എനിക്കിപ്പം 3 റെക്കോർഡ്സ് ഉണ്ട്, P1, P2 ആൻഡ് P3. അതായത് പേഴ്സൺ എന്ന് പറയുന്ന എൻ്റെ സ്ട്രക്ചറിനകത്ത് P1, P2, P3 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത ആരൊക്കെയാണ്? നെയിം, ഏജ് ആൻഡ് അഡ്രസ്സ്. അപ്പം ഈ സാധനം എല്ലാം ഈ 3 പേർക്കും ആപ്ലിക്കബിളാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള നെയിം, ഏജ്, അഡ്രസ്സ് കാണും. ഓക്കെ, നെയിം, ഏജ്, അഡ്രസ്സ്, നെയിം, ഏജ്, അഡ്രസ്സ്. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണ് നമ്മളിവരെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം സ്ട്രക്റ്റ് പേഴ്സൺ P1, P2, P3 എന്ന് പറഞ്ഞ് നമുക്കിവരെ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെ ഞാനിങ്ങനെ ആക്സസ് ചെയ്യും, എനിക്കിപ്പം P1ൻ്റെ നെയിം എനിക്കിപ്പം രോഹൻ എന്നാക്കണം. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്?
ഒരു ഡോട്ട് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ഡോട്ട് ഇട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ, അല്ലെങ്കിൽ ഒരു പീരിയഡ് എന്ന് നമ്മൾ പറയും ഡോട്ടിന്, അങ്ങനെ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സിനെ എന്താണ് കിട്ടാനായിട്ട് സാധിക്കും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയി. അപ്പോൾ നമ്മളുടെ സ്ട്രക്ചർ നെയിം എന്താണ് ഇവിടെ? എംപ്ലോയി വിത്ത് മെമ്പർ വേരിയബിൾസ് നെയിം നമ്മൾ യൂഷ്വലി എന്താണ് വരുന്നത്? ക്യാരക്ടർ ആയിരിക്കും വരുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്ട്രിങ്. ഏജ് എന്താണ്? ഇൻറ്റീജറാണ് വരുന്നത്. BS DA HR ആൻഡ് TS, അപ്പോൾ ഇതെല്ലാം നമ്പറാണ്, നമുക്കത് ഫ്ലോട്ടിനകത്ത് കൊടുക്കാം. അപ്പം നമുക്കത് സാലറി അല്ലെങ്കിൽ സാലറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. ഇനി നമുക്കൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. അതായത് ടോട്ടൽ സാലറി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ T salary is equal to so and so. റീഡ് ദ വാല്യൂസ് ഓഫ് ദി എംപ്ലോയി ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. ആദ്യത്തെ കാര്യം, നമ്മളൊരു സ്ട്രക്ചറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറിന് ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പം ഞാനൊരു സ്ട്രക്ചർ എടുത്തു. സ്ട്രക്ചറിൻ്റെ പേര് എംപ്ലോയി, ക്യാരക്ടറിൻ്റെ നെയിം ക്യാരക്ടർ നെയിം, ഏജ്, BS DA HR TS, സെമിക്കോളൻ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നമ്മൾ സിൻടാക്സിനനുസരിച്ച് നമ്മൾ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി അടുത്ത്? നമ്മളുടെ സ്ട്രക്ചറിൻ്റെ അടിയിലുള്ള റെക്കോർഡ്സിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. പക്ഷെ അതിനെന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്നത്? റീഡ് ദ വാല്യൂസ് ഓഫ് എൻ എംപ്ലോയി ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. അപ്പോൾ ഒരു എംപ്ലോയിയാണ് നമുക്കിവിടെ വേണ്ടത്. അവരുടെ വാല്യൂസ് റീഡ് ചെയ്യുക, അതിനെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പം ഞാൻ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എംപ്ലോയി ഞാൻ എടുത്തു. ഓക്കെ. ഇനി ഞാൻ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ യൂസറിൽ നിന്ന് ഞാൻ വാല്യൂസ് റീഡ് ചെയ്യണം. യൂസറിൻ്റെ അടുത്ത് യൂസർ പ്ലീസ് എൻ്റർ ദ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നെയിം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? എനിക്ക് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടല്ലേ. സ്ട്രക്ചറിനകത്ത് എനിക്കൊരു റെക്കോർഡുണ്ട്. ഈക്ക് എന്തൊക്കെ ഉണ്ടാവും? നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, പിന്നെ HR, എന്താണ് DA, BS എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ വാല്യൂ റീഡ് ചെയ്യാണ്. എന്താണ് നെയിം എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്? ഡോട്ട് നെയിമിനകത്ത്. ഓക്കെ, ഡോട്ട് നെയിമിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഏജ്, ഇവിടെ ഒരു ഉണ്ട്, ഡോട്ട് DA, ഡോട്ട് HR. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾക്ക് എന്താണ് ടോട്ടൽ സാലറി, T സാലറി നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. T സാലറി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പിന്നെ T സാലറി എന്ന് പറഞ്ഞ് എഴുതിയേക്കരുത്. നമ്മൾ ഈ എംപ്ലോയിയുടെ ഡോട്ട് സാലറി, ഇപ്പോൾ ഡോട്ട് T സാലറി എന്നുള്ളത് ഇതാവും. ഇനി 1 + EDA + HR ഇൻറ്റു ഡോട്ട് BS, ആ ഫോർമുല യൂസ് ചെയ്യുക. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മളിവിടെ എന്താണ് ചെയ്ത്? നമ്മൾ സ്ട്രക്ചറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ എന്ന് പറഞ്ഞൊരു എംപ്ലോയിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വാല്യൂസ് റീഡും ചെയ്തു, നമ്മൾ ഫോർമുലാസ് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓക്കെ, ഫോർമുലനുസരിച്ച് നമ്മൾ ടോട്ടൽ സാലറി നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്? നമ്മളിതിനെ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അറ്റ് എന്നുള്ളൊരിത് വേണ്ട. ഡോട്ട് നെയിം നമ്മൾ ഡിസ്പ്ലേ ചെയ്തു, ഡോട്ട് ഏജ്, ഡോട്ട് BS, അതല്ല യുടെ ആൾക്കാരെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ഈസിയാണ് ഒരു സ്ട്രക്ചർ എഴുതുകയും സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം എഴുതുകയും ചെയ്യാനായിട്ട്. സ്ട്രക്ചർ യൂണിയൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ നമുക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ എങ്ങനെയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ കോംപ്ലെക്സ്. ഇവിടെ നെയിം ഉണ്ട്, കോംപ്ലെക്സ് വിത്ത് മെമ്പർ വേരിയബിൾസ് റിയൽ ആൻഡ് IMG. അപ്പോൾ നമ്മൾ കോംപ്ലെക്സ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടായിരുന്നല്ലേ. അപ്പം നമ്മുടെ ലോജിക്ക് എന്താണ് ഇവിടെ? നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം, ഇമാജിനറി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇവർ തമ്മിൽ ആഡിങ് ഇല്ല, ഇവർ ഇൻഡിവിജ്വലി ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 6 + 3 ആയി, 3 + 4 ആയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 9 + 7 I എന്നായിരിക്കും വരേണ്ടത്. അതാണ് നമ്മുടെ ലോജിക്ക് വരുന്നത്. ആദ്യമേ എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുക. സ്ട്രക്ചർ കോംപ്ലക്സിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു, 2 ഇൻറ്റീജർ ആയിരിക്കും അല്ലേ, ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും. ഞാൻ ഡിക്ലെയർ ചെയ്തു. മെയിൻ ഫംഗ്ഷനിലോട്ട് പോയി ഞാൻ ഇപ്പോൾ എനിക്ക് 3 നമ്പേഴ്സിന് ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? A + B ഷുഡ് ബി ഇൻ C, അതിൻ്റെ റിസൾട്ട് സിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 റെക്കോർഡ്സിനെയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വൺ A, സെക്കൻഡ് വൺ B ആൻഡ് തേർഡ് വൺ C. സിയിലാണ് എൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്.
ഇനി അടുത്ത് ഞാൻ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റർ ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എന്താണ് ഫസ്റ്റ് വൺ എ റെക്കോർഡ്. അപ്പം ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്, എനിക്ക് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്, എ ബി സി എന്ന് പറഞ്ഞ റെക്കോർഡ്സ് ഉണ്ട്, ഇതിനകത്ത് റിയൽ ഇമാജിനറി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പം എക്കൊരു റിയൽ പാർട്ടും ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാവും. സിമിലർലി ബിക്കൊരു റിയൽ പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്, സിക്കും റിയൽ പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ യൂസർ പറഞ്ഞു എ ഡോട്ട് റിയൽ, എയുടെ റിയൽ പോർഷൻ 6 ആണ്, എ ഡോട്ട് ഇമാജിനറി 3 ആണ്. അപ്പോൾ അടുത്ത് ഞാൻ വീണ്ടും ചോദിച്ചു റിയൽ ആൻഡ് ഇമാജിനറി ഓഫ് ബി. അപ്പോൾ ബിയുടെ റിയൽ 3ഉം ഇമാജിനറി 4ഉം ആണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ലോജിക്കിനെ അപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഇനി ആഡ് എ ഡോട്ട് റിയൽ ആൻഡ് ബി ഡോട്ട് റിയൽ ആൻഡ് എവിടെയാണിത് സ്റ്റോർ ചെയ്യേണ്ടത്, സി ഡോട്ട് റിയലിൽ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. ഇതുപോലെ ഇമാജിനറി നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പം ഇത് എ ഡോട്ട് റിയൽ ബി ഡോട്ട് റിയൽ 9ഉം സി ഡോട്ട് റിയൽ എ ഡോട്ട് ഇമാജിനറി ബി ഡോട്ട് ഇമാജിനറി 7ഉമാണ്. സോ ഹൗ വി ഹാവ് ടു പ്രിൻറ്റ് ഇറ്റ്, വി ക്യാൻ പ്രിൻറ്റ് ഇറ്റ് ആസ് 9 + 7 i. ഇത് കണ്ടോ, ഐ കൊടുത്തേക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചറിനെ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അതായത് ഇപ്പം ഞാനിവിടെ എന്താണ് റെക്കോർഡ്സ് ഞാൻ ഡിക്ലെയർ ചെയ്തപ്പോഴത്തേനും എങ്ങനെയാണ് ഞാൻ ചെയ്തത്, റെക്കോർഡ്സ് ഞാൻ ചിലപ്പോൾ ഒരു റെക്കോർഡോ അല്ലെങ്കിൽ 2 റെക്കോർഡോ 3 റെക്കോർഡോ ഞാൻ ഇങ്ങനെ എഴുതി A, B, C എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതും അല്ലേ. എനിക്ക് ചിലപ്പം 20 റെക്കോർഡ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിൻ്റെ 20 റെക്കോർഡ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഞാനിതിനെ മെൻഷൻ ചെയ്യും 20 എന്നും പറഞ്ഞ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അതാണ് ചോദിക്കുന്നത്, ഡിക്ലെയർ എ സ്ട്രക്ചർ നെയിംലി സ്റ്റുഡൻറ്റ് ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് റോൾ നമ്പർ നെയിം മാർക്ക് ഫോർ എ സ്റ്റുഡൻറ്റ്. Write a program in C to find the average mark obtained by students in C programming. So use array of structures to store the required data. Okay, ഇവിടെ എനിക്ക് 2 വഴിയിൽ എനിക്കിപ്പോൾ ഒരു 20 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 30 സ്റ്റുഡൻസിന് എനിക്ക് റെക്കോർഡ്സ് എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഒന്നെങ്കിൽ എനിക്കിവിടെ ഇങ്ങനെ കൊടുക്കാം, എൻ്റെ സ്ട്രക്ചറിനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്താണ് സ്റ്റഡെന്നോ അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ 30 എന്ന് കൊടുക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മെയിൻ ഫംഗ്ഷനകത്തോട്ട് എടുത്ത് എഴുതാം. ഞാനിവിടെ മെയിൻ ഫംഗ്ഷനകത്ത് എടുത്ത് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുക. എഗെയിൻ ഫ്രം നമ്മളുടെ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് കിട്ടും നെയിം വേണം, റോൾ നമ്പർ വേണം, മാർക്ക് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. സെക്കൻഡ് വൺ, നമ്മളുടെ മെയിൻ ഫംഗ്ഷനകത്ത് നമുക്ക് റെക്കോർഡ്സിൻ്റെ എണ്ണം നിശ്ചയിക്കണം. അപ്പം ഇവിടെ ഞാൻ സ്റ്റുഡൻസ് 30 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരേണ്ടത് ആരാണ്, യൂസറാണ്. സോ ഇൻപുട്ട് ദ യൂസർ ഡീറ്റെയിൽസ്. അറേയിലോട്ട് ഇൻപുട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫോർ ലൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് 30 സ്റ്റുഡൻസിൻ്റെയാണ് എനിക്ക് ഡീറ്റെയിൽസ് വേണ്ടത്. i = 0, i <n, i++ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ഓഫ് i അല്ലെങ്കിൽ s ഓഫ് i ഡോട്ട് എന്താണ് നെയിം, സ്റ്റുഡൻറ്റ് ഓഫ് i ഡോട്ട് ഏജ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ith വാല്യൂ ഉള്ള റെക്കോർഡിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ പറയാം. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 30 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കിവിടെ 30 സബായിട്ട് ഉള്ള റെക്കോർഡ്സ് എനിക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, എല്ലാത്തിനും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയിം, റോൾ നമ്പർ, മാർക്കൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഇപ്പം ഇതെനിക്കൊരു S1 ആണ്, ഇതെൻ്റെ S2 ആണ്, ഇതെൻ്റെ S3 ആണ്, S4 ആണ്, S5 ആണ്, അതങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇതിന് നെയിം, റോൾ നമ്പർ, മാർക്ക്, ഇതുപോലെ തന്നെ എല്ലാത്തിനും നെയിം, റോൾ നമ്പർ, മാർക്കൊക്കെ ഉണ്ടാവും.
അപ്പോൾ ആദ്യമേ ഞാൻ ഇനിയൊരു സ്റ്റുഡൻറ്റിന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഇൻഡെക്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, അല്ലെങ്കിൽ നമ്മൾ അറേയിൽ വരുമ്പോൾ 0th ഇൻഡെക്സ് നമ്മൾ പറയും. S1 0th ഇൻഡെക്സ്, S2 ഫസ്റ്റ് ഇൻഡെക്സ്, S3 സെക്കൻഡ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് യൂസറിൽ നിന്നും എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻ്റ് ചെയ്യും, സമ്മ് കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ ഓരോ യൂസറിൻ്റെ റെക്കോർഡ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോഴത്തേനും അവരുടെ മാർക്കിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഓരോന്നോരോന്ന് കളക്ട് ചെയ്ത് അവരെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് സം കണ്ടുപിടിച്ചിട്ട് എന്താണ്, നമുക്ക് ആവറേജ് എല്ലാം കണ്ടുപിടിക്കേണ്ടത്. സോ സം ഓഫ് ഓൾ ദ മാർക്ക് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്മൾ എത്ര റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്ത് 30, അപ്പം അതിനനുസരിച്ച് നമുക്ക് ആവറേജ് മാർക്കും കിട്ടും. അപ്പോൾ അത്ര ഈസി ആയിട്ടാണ് നമുക്ക് അറേയുടെ ഡിക്ലറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എംപ്ലോയി സ്ട്രക്റ്റ് നമ്മൾ ക്രിയേറ്റീവാണ്. ആൻഡ് ഇവരിവിടെ പറയുന്നുണ്ട് 3 എംപ്ലോയീസ്, നമ്മൾ 3 എംപ്ലോയീസിൻ്റെ വാല്യൂ റീഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ A, B, C ആയിട്ട് തന്നെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അറേ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. ഇവിടെയുള്ള ഈ ക്വസ്റ്റ്യനുള്ള ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ബേസ്ഡ് ഓൺ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ T സാലറി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പറയുന്ന പോലെ തന്നെ സ്ട്രക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു. എംപ്ലോയി, നെയിം, ഏജ്, BS, DA, HR, T സാലറി, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതുവാണ്. ഓക്കെ, സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്ട്രക്റ്റ് എംപ്ലോയി EN, അതായത് എൻ്റെ എംപ്ലോയിയുടെ റെക്കോർഡ്സ്, ഓക്കെ, എല്ലാ റെക്കോർഡ്സും ഇവിടെ ഇങ്ങോട്ട് കൊടുക്കും N. എന്നിട്ട് ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനിവിടെ സോർട്ട് ചെയ്യുന്നത് എനിക്ക് ആരെയാണ് ഇവിടെ സോർട്ട് ചെയ്യേണ്ടത്, T സാലറി വെച്ചിട്ടാണ് ഞാനിവിടെ സോർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ബബിൾ സോർട്ടിൻ്റെ തന്നെ സെയിം പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ ഒരു ഡിഫറൻസ് മാത്രം, A of J ലെസ് ദാൻ A of J+1 പകരം EJ.T സാലറി, അതായത് എൻ്റെ എംപ്ലോയി എന്ന് പറയുന്ന എൻ്റെ സ്ട്രക്ചറിനകത്തെ എൻ്റെ ഫസ്റ്റ് എംപ്ലോയിയുടെ T സാലറി മാത്രമാണ് എനിക്കിവിടെ സോർട്ട് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കമ്പാരിസൺ. ഇവിടെ എന്താണ്, എൻ്റെ എൻറ്റയർ റെക്കോർഡാണ് ഇവിടെ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, സോർട്ടിങ്ങിൽ നോർമൽ സോർട്ടിങ്ങാണ് നടക്കുന്നത്. കമ്പാരിസൺ വരുമ്പോൾ സാലറി യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ സോർട്ടിങ് കമ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സ്ട്രക്ചർ ചെയ്യുന്നത്. അത് ഞാൻ വരച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഇതെൻ്റെ സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെൻ്റെ എംപ്ലോയി സ്ട്രക്ചറാണ്. അതിനകത്ത് എനിക്കെൻ്റെ 0th പൊസിഷനിലൊരു എംപ്ലോയി ഉണ്ട്, ഫസ്റ്റിലൊരു എംപ്ലോയി ഉണ്ട്, സെക്കൻഡിലൊരു എംപ്ലോയി ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ എംപ്ലോയി എന്ന് പറഞ്ഞാൽ രോഹൻ, സാലറി 35,000. ഇവിടുത്തേത് അമിത്, സാലറി 20,000. ഇവിടുത്തേത് അനു, സാലറി 15,000. അല്ല, ഇത് സെയിം ഓർഡറിലാണ് കിടക്കുന്നത്, എന്നാലും 50,000. ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കുറേ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, എൻ്റെ T സാലറി ഞാൻ കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, ഇഫ് ദിസ് T സാലറി ഇസ് ലെസ് ദാൻ ദിസ് T സാലറി, സ്വാപ്പ്. എന്തൊക്കെയാണ് സ്വാപ്പ് ചെയ്യുന്നത്, റെക്കോർഡ്സാണ് സ്വാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ കമ്പയർ ചെയ്തു. അടുത്തത് ഞാൻ കമ്പയർ ചെയ്തു. ഓക്കെ, ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഞാൻ സ്വാപ്പ് ചെയ്തു. എനിക്ക് ഇങ്ങനെ ഇടുന്നത് 0, 1, 2ൽ എനിക്കിവിടെ രോഹനും, ഇവിടെ എനിക്ക് അനുവും, ഇവിടെ എനിക്ക് അമിത്തിൻ്റെ റെക്കോർഡും വരികയാണ് ചെയ്തത്. താഴത്തെ റെക്കോർഡ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ അഗൈൻ സ്വാപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, അനുവിനാണ് ഏറ്റവും ഹയസ്റ്റ് 50K ഇവിടെ വരും 0th പൊസിഷനിൽ. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ഇവിടെ രോഹൻ വരും 35K, ആൻഡ് അമിത് വരും ഇവിടെ 20K. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ റെക്കോർഡ് സോർട്ടിങ് നടന്നത്. ആൻഡ് പിന്നെ മെയിൻ ഫംഗ്ഷനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽസ് ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസറിൽ നിന്നും എടുക്കുന്നു, അവരെ സോർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. സോ സോർട്ടിങ്ങിൻ്റെ ബേസിക് ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.